കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അതേസമയം കോൺഗ്രസിന്റെ അക്രമ സമരത്തിനെതിരെ ഇന്ദിരയുടെ കുടുംബം രംഗത്ത് വന്നു. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും സർക്കാർ കൃത്യമായ വിഷയത്തിൽ ഇടപെട്ടുവെന്നും ഇന്ദിരയുടെ സഹോദരൻ പറഞ്ഞു. നിൽക്കാൻ നിരന്തരം ആനയും കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇനിയാണെങ്കിൽ പോലും വേറൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതിഷേധത്തിന് റെഡിയാണെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷേ അതിങ്ങനെ രാഷ്ട്രീയമായിട്ട് തിരിയോ അതൊരു രാഷ്ട്രീയ എടുക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നേ. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ വീണ്ടും അവിടെ ആശുപത്രിയിൽ ഇങ്ങനെ കളക്ടറടക്കമുള്ള ഒരു ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കളക്ടറെ അടുത്ത് MLA പറഞ്ഞു ബോഡി കൊണ്ടുവന്നിട്ട് ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് പോലീസ് ബോഡി കൊണ്ടുപോയി ഇപ്പോൾ ഇതിൻ്റെ സംഭവം അറിയാതെ ഞാൻ ആ സംഭവം ബോഡിയുടെ അടുത്തിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ലാത്ത ഒരു വെപ്രാളത്തിന് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കുറേ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. പോലീസ് വണ്ടി ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇപ്പോൾ തിക്കും തിരക്കും ഉണ്ടായി. അല്ല പോലീസുകാരെ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. പക്ഷേ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞു. ഞാനങ്ങനെ അവർ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തു എന്ന് ഞാൻ ഇതേവരെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഉപദ്രവിച്ചിട്ടുമില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാവുന്ന സപ്പോർട്ടുകളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാർ 2 പേരും MLAയും ഇപ്പം പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയായിട്ടുണ്ട് ജോയ്സ് ജോർജും എല്ലാം അങ്ങനെ നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലാതെ വേറെ ഇതൊന്നും നമുക്കതിന് ഇനിയായാലും നമ്മൾ പ്രതിഷേധത്തിനൊന്നും നമ്മൾ പോകാൻ റെഡിയല്ല, നമ്മൾ പോകുന്നുമില്ല.